പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടർ പഠനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തെ വിഷയ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ ഹ്യൂമൻ ഹിസ്റ്ററി, അല്ലെങ്കിൽ മാനവ ചരിത്രം. അത് വെറുതെ മനുഷ്യൻ്റെ രീതിയിലുള്ള ഒരു ചരിത്രമല്ല, ആത്മീയ തലത്തിൽ നിന്നുകൊണ്ടുള്ളൊരു വ്യാഖ്യാനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 12 മുതൽ 50 വരെയുള്ള ഭാഗങ്ങൾ 4 പേരുടെ ജീവചരിത്രമാണ്. അത് 12 മുതൽ 23 വരെ അബ്രഹാമിൻ്റെ ചരിത്രം. അബ്രഹാമിനെ ദൈവം ഒരു വ്യക്തിയെയാണ് ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്. തനിക്ക് വേണ്ടി ഒരു ജനത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതും അബ്രഹാമിനോട് ഇടപെടുന്നതുമായ കാര്യങ്ങൾ. പിന്നെ 24 മുതൽ 26 വരെ ഇസഹാക്കിനെ കുറിച്ച്. ഇസഹാക്കിനെ അബ്രഹാമിൻ്റെ ഏകജാതനാണ് ഇസഹാക്ക്. ലീഗലി ഉണ്ടായിട്ടുള്ള ഏകജാതനായ പുത്രൻ ഇസഹാക്ക്. അതിനുശേഷം 27 മുതൽ 36 വരെയുള്ള ഭാഗങ്ങളിൽ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിനെ കുറിച്ചുള്ള പഠനമാണ്. അതിൽ യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ആദ്യമായ പേര് ഇസ്രായേൽ എന്ന് കാണുന്നത് യാക്കോബിനാണ് ദൈവം പേര് കൊടുത്തത്. പിന്നെ 37 മുതൽ 50 വരെ ജോസഫിനെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ കാണുന്നത്, ചരിത്രം. ജോസഫ് കഷ്ടതകളെയൊക്കെ അതിജീവിച്ച് ഒരു വളരെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണല്ലോ ജോസഫ്. ഇപ്പോൾ ഇവരുടെയൊക്കെ ജീവചരിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ആകെ ബൈബിളിനകത്ത് 2930 പേരുടെ ജീവചരിത്രങ്ങളുണ്ട്. ഇത് പലരുടെയും പല ജീവചരിത്രങ്ങളും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നവയാണ്. ജോസഫിൻ്റേതോ ദാനിയേലിൻ്റെ ജീവചരിത്രം നമുക്ക് മാതൃകയാക്കാം, ദാവീദിൻ്റെ ജീവചരിത്രം, ഇപ്രകാരത്തൊക്കെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവചരിത്രങ്ങൾ പഠിച്ചിരിക്കേണ്ടതും ആവശ്യമാണ്. ഒരു മനുഷ്യനിൽ കൂടിയാണ് ദൈവം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം ആദാമിൽ കൂടെ പ്രവർത്തിച്ചു, നോഹ, അബ്രഹാം, ഇങ്ങനെ ഓരോ വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തിട്ടാണ് അവരിൽ കൂടിയാണ് പ്രവർത്തനം ദൈവം ആരംഭിക്കുന്നത്. മനുഷ്യരുടെ പേരിൽ അറിയപ്പെടാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ടാണല്ലോ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ഇന്ന് നമുക്ക് ഉൽപ്പത്തി പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ 1 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ആദിയിൽ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാറ്റിൻ്റെയും തുടക്കം ദൈവമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം തുടങ്ങുന്നത് ദൈവത്തിൽ നിന്നായിരിക്കണം. രാവിലെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദൈവമുഖം കാണണം. നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും കൂടെ വസിക്കുന്നവനാണ് ദൈവം. എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ നമ്മുടെ രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് ഇച്ചിരി നേരം ആവശ്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പോകാനല്ല. നമ്മുടെ കൂടെ എപ്പോഴുമുള്ള നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ദൈവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം അല്ലാതെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് ദൈവത്തെ കൂടാതെ എനിക്ക് ഭൂമിയിൽ ജീവിപ്പാൻ സാധ്യമല്ല എന്നുള്ളതായ ആ ഏറ്റവും അടുത്തൊരു ബന്ധം. കർത്താവ് യേശുവിനോട് കൂടെ ഇവിടെ ജീവിക്കുന്നവർ മാത്രമേ യേശുവിൻ്റെ കൂടെ ജീവിക്കാനും കഴിയുള്ളൂ. ഈ ലോകത്തിൽ പിശാചിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവർ ആ ലോകത്തിലും പിശാചിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ടല്ലോ, ആകാശവും ഭൂമി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം എന്തിനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? വെറുതെ ഒരു കാര്യത്തിനല്ല എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവ് 45:18 വാക്യത്തിൽ രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ, യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് മാത്രമല്ല,
യഹോവയായ ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് മറ്റുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ, യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല. സൃഷ്ടിച്ചപ്പോൾ അതൊരിക്കലും അത് പാഴായിരുന്നില്ല, ശൂന്യവുമായിരുന്നില്ല. അത് പാഴും ശൂന്യവും ആയി തീർന്നതാണ്. ഉൽപ്പത്തി 1:1 ഒന്നുകൂടെ വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഇരുന്നാണ് മലയാളത്തിൽ ഇരിക്കുന്നത്, പക്ഷെ അത് തീർന്നു എന്നാണ് ശരിക്കും വരുന്നത്. പാഴായും ശൂന്യമായും തീർന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇരുട്ട്, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അതായത് ഇരുട്ടെന്ന് പറയുന്നത് ഒരിക്കലും സൃഷ്ടിക്കുന്നൊരു കാര്യമല്ല. ഇരുട്ടിന് ഉണ്മയില്ല. ദൈവത്തിൻ്റെ പ്രകാശത്തെ ഭൂമി നിഷേധിച്ചപ്പോഴാണ് അത് അവിടെ ഇരുളുണ്ടായത്. ആ ഇരുള് ഭൂമിയെ പാഴും ശൂന്യവുമാക്കി തീർത്തു. ഒരിക്കലും ഇരുട്ട് സൃഷ്ടിക്കാൻ കഴിയില്ല. ജീവിതമാണ് പാഴും ശൂന്യവുമായി ആയിത്തീരുന്നത്. അതിന് കാരണം യേശുവിൻ്റെ സാന്നിധ്യമില്ലാത്തതാണ് ഇതിന് കാരണം. നമ്മുടെയൊക്കെയും ജീവിതത്തിലും പ്രതികൂലങ്ങളൊക്കെയും വരുമ്പോൾ അതിന് കാരണം യേശുവിൻ്റെ സാന്നിധ്യമില്ലാത്തതുകൊണ്ട്. അതായത് ദൈവത്തിൻ്റെ പ്രകാശത്തിന് നേരെ മുഖം തിരിക്കുമ്പോഴാണ്, പ്രകാശത്തിനെതിരായിട്ട് നമ്മൾ തിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് രാജ്യത്തിലും അധാർമികത ഉണ്ടാകുന്നത്. മനുഷ്യർ മുഴുവനും ദൈവത്തിൽ നിന്നും, ദൈവത്തിന് ഒരു വിലയും കൊടുക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് ആ രാജ്യത്തിലും അധാർമികത പെരുകുന്നത്. എന്നാൽ പാഴ് ശൂന്യമായതിനെ പോലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആ പാഴ് ശൂന്യവുമായി കിടന്നപ്പോൾ അനേകം നാളുകൾ അതങ്ങനെ കിടന്ന് കാണും. അത് മാത്രമല്ല, ഈ ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിൽ അതിനിടയ്ക്ക് വലിയൊരു എത്ര വർഷങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല, അതുപോലുള്ള ഒരു ഗ്യാപ്പുണ്ട്. വചനത്തിനകത്ത് ദൈവം നമുക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ മാത്രമേ, മനുഷ്യന് വേണ്ടിയ കാര്യങ്ങൾ മാത്രമാണ് തന്നിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക്, ഈ ഒന്നാമത്തെ വാക്യത്തിൻ്റെയും രണ്ടാമത്തെയും വാക്യത്തിൻ്റെയും ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മറ്റുള്ള വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. അതങ്ങനെ തീർന്നു പോയതാണ്. അത് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വീണ്ടും ഇതിനെ നന്നാക്കിയെടുക്കാൻ, ഈ ഇരുളിനെ മാറി അതിന്മേൽ വീണ്ടും ദൈവം പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ഇംഗ്ലീഷിലെ ചില പരിഭാഷകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോഡ് ഹോവറിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോഴി മുട്ടയ്ക്ക് അടയിരിക്കുന്നതാണ് ഹോവറിങ് എന്ന് പറയുന്നത്. അതുപോലെ പൊരുന്നി ഇരിക്കുന്ന ഒരവസ്ഥയുടെ അതുപോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ് അവിടെ കാണുന്നത്. ഈ മുട്ടക്കോഴിയുടെ കാര്യം നമുക്കൊക്കെ അറിയാം. കോഴിയുടെ അടിയിൽ മുട്ട വെച്ചിട്ട് അത് 21 ദിവസം ആ കോഴി മുഴുവൻ സമയവും അതിൻ്റെ മുട്ടയുടെ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ചില സമയങ്ങളിൽ മാത്രമേ എഴുന്നേറ്റ് പോകാറുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സമയം അത് ആ മുട്ടയുടെ മുകളിൽ തന്നെ പൊരുന്നിയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഹോവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ചിറയിൻ കീഴിൽ മുഴുവൻ സമയം ഇരിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ്. പിന്നെ 1:3 പറയുന്നത് വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ ഇരുട്ട് മാറാൻ ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് ദൈവം കൽപ്പിക്കുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ പ്രകാശിക്കാതിരിക്കുന്നതാണ്. അപ്പോഴാണ് ഇരുട്ട് നമ്മുടെ മേൽ ഉണ്ടാകാൻ കാര്യം. പ്രകാശം വന്നു കഴിഞ്ഞാൽ ഇരുൾ പിന്നെ ഇല്ലാതെയാകും. ഇരുളിന് പിന്നെ നിലനിൽക്കാൻ കഴിയില്ല പ്രകാശം വന്നു കഴിഞ്ഞാൽ. പിന്നെ ദൈവം എന്താണ് ചെയ്തത്? ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. രാത്രിയും പകലുമായിട്ട് വേർതിരിച്ചു.
അതുകൊണ്ട് ഭൂമിയിൽ ദൈവമക്കൾക്കും ആവശ്യമായിരിക്കുന്ന ഒരു വേർപാടാണ് ഇരുട്ടും വെളിച്ചവും. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്ക് നമ്മൾ കൂട്ടാളികളാകാതെ ഒരു വേർപെട്ട ഒരു ജീവിതം ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഗലാത്യർ 5:16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ ആത്മാവിൻ്റെ ഫലം എന്താണെന്നും ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് പോകാതെ ആത്മാവിൻ്റെ ഫലമുള്ളവരായി തന്നെ ജീവിക്കണം. അങ്ങനെ ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ കൂട്ടാളികളാകരുത്. ഒരു വേർപാട് ദൈവമക്കൾക്ക് ആവശ്യമാണ്. ഉൽപ്പത്തി 1:1 വീണ്ടും നമ്മൾ പറയുമ്പോൾ ആദിയിൽ ദൈവം, അത് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതൊരു ദൈവിക വെളിപ്പാടാണ്. അതായത് ഒരു കേവലം മനുഷ്യരുടെ ചിന്തയിലുണ്ടായിട്ടുള്ള ഒരു ചരിത്രമല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. അത് ദൈവം പറഞ്ഞു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടായിട്ട് ദൈവം അത് മോശയുടെ കയ്യിൽ ഒരു വിശുദ്ധമായ വെളിപ്പാടായിട്ട് മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് ദൈവിക വെളിപ്പാടാണ്. ചിലർ വിചാരിക്കും ഇത് ഉൽപ്പത്തിയുടെ സമയത്ത് മോശ ജനിച്ചിട്ടില്ലല്ലോ. എന്നാലും കർത്താവ് സിയോൻ മലയിൽ വെച്ച് മോശയുടെ കയ്യിൽ എഴുതി കൊടുത്ത ദൈവത്തിൻ്റെ വെളിപ്പാടാണ് ഈ ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന മോശയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളും മോശയാണ് എഴുതിയിരിക്കുന്നത്. മോശയാണ് പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന വ്യക്തി. പിന്നെ ഈ സത്യം ഞാൻ പറഞ്ഞ ദൈവം തന്നിരിക്കുന്ന ഒരു വെളിപ്പാടാണ്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് വേണ്ടിയത്. അതായത് ചില കാര്യങ്ങളിൽ ഒരു ഉദാഹരണമായി നമ്മൾ പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണ നിയമമുണ്ട്. അതൊരു നിയമമാണ്. അതൊരാൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ നിയമം അതങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള എന്ത് കാര്യങ്ങളും ഭൂമി അതിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഫലം ഞെട്ടറ്റാൽ അത് നേരെ ഭൂമിയിലോട്ടേ വീഴുള്ളൂ, മുകളിലേക്ക് പോവുകയില്ല. ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ എൻജിൻ കേടായി കഴിഞ്ഞാൽ അത് താഴേക്കേ വീഴുകയുള്ളൂ, അതൊരിക്കലും മുകളിലേക്ക് പോവുകയില്ല. അതൊരു നിയമമാണ്, അതങ്ങനെ തന്നെ സംഭവിക്കും. എന്നാൽ തിയറിയുണ്ട്. തിയറിയും ഈ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ട്. സിദ്ധാന്തം, തിയറി എന്ന് പറയുന്നത് സിദ്ധാന്തമാണ്. അത് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പരിണാമ സിദ്ധാന്തം ആദ്യം ഉണ്ടായതായ ഒരു ആറ്റത്തിൽ നിന്നും പലതായിട്ട് പരിണമിച്ച് ആദ്യം ചില ജീവികളുണ്ടായെന്നും പിന്നീട് അവസാനം അത് കുരങ്ങ് വരെ പരിണമിച്ച് മാറ്റം സംഭവിച്ച് കുരങ്ങുണ്ടായി, കുരങ്ങിൽ നിന്ന് പിന്നീട് മനുഷ്യനുണ്ടായി എന്നൊക്കെയും പറഞ്ഞ് ദൈവമില്ല എന്ന് പറയുന്ന അനേക മനുഷ്യരുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഇത് ഒരു സിദ്ധാന്തമായിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇന്നും ഈ പരിണാമ സിദ്ധാന്തം തെളിയിക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം നൽകിയ നിയമങ്ങൾ അത് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഒരു ദൈവിക വെളിപ്പാടായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഇനി നമുക്ക് ബൈബിൾ മുൻപോട്ട് പഠിക്കാൻ കഴിയുകയുള്ളൂ. മോശയുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു തന്ന ദൈവിക വെളിപ്പാടാണിതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മളതിനെ എങ്ങനെയാണെന്നുള്ള തെളിവുകൾ അന്വേഷിക്കുകയല്ല, നമ്മളത് വിശ്വാസത്താലാണ് സ്വീകരിക്കേണ്ടത്. എബ്രായർ 11:3 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇത് ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് തെളിയിക്കാൻ കഴിയും? അതാണ് എബ്രായർ 11:3 ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറെ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വാസത്താൽ നാം അറിയുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യവുമില്ല, എന്നാൽ വിശ്വസിക്കുക. ഓൺലി ബിലീവ്. നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെ ദൃശ്യമായ ഒരു കാര്യവുമില്ല, അതങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇപ്പോൾ ശാസ്ത്രമൊക്കെ പറയുന്ന ഒരു പൊട്ടിത്തെറി ഉണ്ടായി
അതിൽ നിന്നുണ്ടായി വന്നതാണ് എന്നൊക്കെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെയും അവർക്ക് ദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും. അപ്പോൾ ഇത് അദൃശ്യമായ ഈ കാര്യങ്ങൾ എങ്ങനെ അതവർക്ക് തെളിയിക്കാൻ സാധിക്കും? ദൈവമില്ല എന്ന് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഈ ബൈബിളിനകത്ത് കാണുന്നത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് ബൈബിളിൽ കൂടെ നമ്മൾ കാണുന്നത്. ഈ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ദൈവം സൃഷ്ടിച്ചതിനെ അടുക്കോടും ചിട്ടയോടും പഠിക്കാൻ മനുഷ്യൻ നടത്തുന്ന ഒരു ശ്രമമാണ് ഈ സയൻസ്. നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത് കൊണ്ടല്ലേ നമ്മളൊക്കെ എപ്പോഴായിരിക്കുന്നത്. ഈ ദൈവമില്ല എന്ന് പറയുന്നവർ പോലും അവരെയൊക്കെയും ദൈവം സൃഷ്ടിച്ചതാണ്. അവരെ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ് അവർ ഈ ഭൂമിയിലായിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാൻ മനുഷ്യർക്ക് പലർക്കും കഴിയുന്നില്ല. എന്നാൽ സയൻസ്, ശാസ്ത്രം ഒരിക്കലും ദൈവത്തിനെതിരല്ല. അത് ദൈവത്തോട് കൂടെ പ്രവർത്തിക്കുന്നതാണ്. ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. അല്ലെ, അത് അടുക്കോടും ചിട്ടയോടും കൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ് സയൻസ്. ഇല്ലാത്തൊരു കാര്യമല്ല പഠിക്കുന്നതല്ല, ഉള്ളത് ദൈവം സൃഷ്ടിച്ച കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ്. വെളിച്ചം ഇല്ലാതിരുന്നിടത്ത് ദൈവം വിളിച്ചു വരുത്തി. ഒരു കാലത്ത് വെളിച്ചമില്ലാതിരുന്നു. എന്നാൽ ഈ പ്രപഞ്ചം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. അത് നമ്മൾ വിശ്വസിക്കണം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം. അബ്രഹാം അത് അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. വീണ്ടും സങ്കീർത്തനം 33:9 നമ്മൾ കാണുന്നത്, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്. കർത്താവ് അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. പിന്നെ ആദിയിൽ എന്ന് പറയുമ്പോൾ തന്നെ ബിഗിനിങ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ആണ്. ആദിയിൽ ദൈവം എന്താണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളുടനെ മറുപടി പറയും, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ ദൈവം സൃഷ്ടിക്കുന്നത് ആദ്യം സൃഷ്ടിക്കുന്നത്. ആദിയാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പ്. കാരണം അതുവരെയും കാലങ്ങളില്ലായിരുന്നു. ദൈവം കാലങ്ങൾക്ക് അതീതനാണ്. അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അതിനു മുമ്പ് ടൈം ആൻഡ് സ്പേസ് ഇല്ലാതിരുന്നു. അതായത് ആ ടൈം ആൻഡ് സ്പേസ്, സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും തുടക്കമാണ് ഈ ആദി എന്ന് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് സമയവും വേണം, സ്ഥലവും വേണം. ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ കൺവെൻഷൻ എന്തെങ്കിലും നടത്തുമ്പോൾ നോട്ടീസ് അടിക്കുമല്ലോ. ആ നോട്ടീസിനകത്ത് വിഷയങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഈ കൺവെൻഷനുണ്ട്, പ്രസംഗകരുണ്ട് എന്നെല്ലാം എഴുതിയിട്ട് അതിനകത്ത് ടൈമും സ്ഥലവും വെച്ചില്ല എങ്കിൽ ആർക്കെങ്കിലും അതിനകത്ത് കടന്നു വന്ന് സംബന്ധിക്കാൻ കഴിയുമോ? എവിടെ വെച്ച് നടത്തുന്നു എന്നും ഏത് സമയത്താണ് നടത്തുന്നുള്ളതും നമ്മൾ അതിനകത്ത് എഴുതിയിരിക്കണം. അപ്പോൾ സമയവും സ്ഥലവും എപ്പോഴും മനുഷ്യർക്ക് ഭൂമിയിൽ ആവശ്യമാണ്. ഒരു മനുഷ്യന് 2 വ്യത്യസ്ത സ്ഥലത്ത് ഒരേ സമയത്തിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഏറ്റവും ആവശ്യമായ ടൈം ആൻഡ് സ്പേസ് ആണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. അതാണ് ആദി. എന്നാൽ ദൈവത്തിന് ആദിയില്ല. ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും തുടക്കം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മാത്രം ആദിയില്ല, ഇതിനകത്ത് കാണാൻ കഴിയില്ല. കാരണം ദൈവം ആദിയും അന്തവും ഇല്ലാത്തവനാണ്. അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ദൈവം കാലങ്ങൾക്ക് അതീതനാണ്. ഈ കാലം ഇല്ലാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് ദൈവം ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ആദ്യം സൃഷ്ടിക്കുന്നു, സമയം സൃഷ്ടിച്ചു. എന്നാൽ വെളിപ്പാട് വരുമ്പോഴത്തേക്ക് ഈ കാലങ്ങൾ ഇനി ഉണ്ടാകുകയില്ല എന്ന് വെളിപ്പാട് 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഇനി കാലമുണ്ടാകുകയില്ല. അതായത് ദൈവം ആദ്യം സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ളതും ഇനി വെളിപ്പാടിൽ കാണുന്ന ഇനി കാലമുണ്ടാകുകയില്ല എന്ന് പറയുന്നതും നിത്യതയാണ്. ഇത് ആദ്യത്തെ ഉൽപ്പത്തിയിൽ പറയുന്ന ആദിക്ക് മുമ്പായിട്ടൊരു നിത്യതയുണ്ടായിരുന്നു. ഇനി വെളിപ്പാടിൽ പറയുന്നതായ ഇനി കാലം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നതിന് ശേഷമുള്ളതും ഒരു നിത്യതയാണ്. അപ്പോൾ മനുഷ്യരുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും
സമയബന്ധിതമാണ്. സമയവും സ്ഥലമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം. ഇതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടൈം ആൻഡ് സ്പേസിനെ കുറിച്ചോ അല്ലെ ഭൂമി പാഴായി ശൂന്യമായി തീർന്നതിനെക്കുറിച്ചൊക്കെയും കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.